മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ കൃഷിക്കാഴ്ചകളിൽ 2 മാസം മുമ്പ് നട്ട ഒരു പൂവമ്പഴയാണ്. എപ്പോഴതിന് ഇലയൊക്കെ വന്നു. അപ്പോൾ അതിന് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി ആണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഈ മറ്റ് കൃഷികൾക്കിടയിലാണ് ഞാൻ ഈ പൂവമ്പഴ നട്ടിരിക്കുന്നത്. ഇതിനിടയിൽ മഞ്ഞളുണ്ട്, അതുപോലെ തന്നെ ചീനിയുണ്ട്. അപ്പം ഈ മഞ്ഞളിലും ചീനിക്കും ഒക്കെ ഞാൻ വളം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കൃഷിക്കെല്ലാം ഞാൻ വളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂവമ്പഴ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, വളം അമിതമായി കഴിഞ്ഞാൽ ഇതിന് കേടുവരും. കേടുവരുന്ന വെച്ചാൽ ധാരാളം ഇലകൾ വന്നത് പല്ലായിപ്പോവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പൂവമ്പഴയ്ക്ക് ഞാൻ വളം ചെയ്യുന്നില്ല. പകരം ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാടുകളൊക്കെ ഞാൻ നിങ്ങൾ കാണാം, പറിച്ചിതിൻ്റെ ചുവട്ടിലിട്ടു. ചുവട്ടിൽ തടമുണ്ടായിരുന്നു, ആ തടത്തിലിട്ടു. ഈ മഴ വെള്ളമൊക്കെ വീണ് ഇതെല്ലാം അഴുകി സാമാന്യം നല്ല രീതിയിൽ വളമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ, ഇതിൻ്റെ മണ്ടയ്ക്ക്, അതായത് ഈ പോച്ചയുടെയൊക്കെ മണ്ടയ്ക്ക് മണ്ണ് വെട്ടിയിടുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു കമ്പോസ്റ്റ് വളമായിട്ട് മാറുകയും യാതൊരുവിധ ദോഷങ്ങളുമില്ലാതെ നല്ല ഒരു കൊല എനിക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇതിപ്പോൾ ഒരു മൂട് വാഴ ഞാൻ കൊണ്ടുവച്ചതാണ്. ഇത് കുറച്ച് നാൾ കഴിയുന്നുണ്ടെങ്കിൽ ഇത് കുലയ്ക്കുമ്പോഴേ ഇതിൻ്റെ ചുവട്ടിൽ വിത്തുകളുണ്ടാവും. ആ വിത്തുകളിൽ 2 വിത്തുകൾ ഞാൻ നിർത്തിയിരിക്കും. ബാക്കി വിത്തുകൾ ഒന്നുകിൽ മാറ്റുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ചെയ്യും. ആ 2 കൊലയിൽ നിന്നും ഈ 2 കൊല കിട്ടും. അതുകൂടാതെ മാണം നികന്ന് വരുവാണെങ്കിൽ 3-4 വിത്ത് നിർത്തിയിരുന്ന് വളം ചെയ്യും. വളം ചെയ്യുന്ന 4 കൊല കിട്ടും. പിന്നീട് ആ വിത്തുകളെ പിരിച്ചു നടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് ചിലവൊന്നും വളരെ അധികമൊന്നുമില്ല. മറ്റുള്ള ഇടവിളയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ള കൃഷിക്ക് നമ്മൾ നല്ല രീതിയിൽ ജൈവവളം ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പൂവമ്പഴയ്ക്ക് നമ്മൾ വളം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ വാഴയിൽ നിന്നും നമുക്ക് ആദായം ലഭിക്കത്തില്ലെന്ന് മാത്രമല്ല, ആ വാഴ കേടായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മിക്ക പൂവമ്പഴകളും കേടാവുന്നത് കൊല വരാറാവുമ്പോഴാണ്. അത് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. നല്ല ഒരു ശതമാനം പൂവമ്പഴയ്ക്കും വളക്കൂടുതലാണ് കേടാവാൻ സാധ്യത. അതുകൊണ്ട് എല്ലാ പൂവമ്പഴ കൃഷിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ പൂവമ്പഴയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കാവൂ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പൂവമ്പഴയ്ക്ക് മണ്ണ് വെട്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ സംരക്ഷിക്കാമെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു വാഴയാണ് പൂവമ്പഴ. മറ്റേത് വാഴക്കാട്ടിലും, ഏത്തവാഴക്കാട്ടിലും ഒക്കെ ലാഭം ഉണ്ടാക്കുന്നതാണ് പൂവമ്പഴ. പക്ഷേ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഒരു കാരണവശാലും വളം അമിതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇടവിളയായി മറ്റ് കൃഷിയോടൊപ്പം ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ വാഴയ്ക്ക് തോല് മാത്രം മതി. മറ്റുള്ള വിളകൾക്ക് നമ്മൾ ചെയ്യുന്ന വളം അത് വലിച്ചെടുക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ, ഈ വാഴ കുലയ്ക്കുന്നതിന് മുമ്പായിട്ട് വിത്തുണ്ടാകും. അതിൽ 2 വിത്ത് നിർത്തിയിട്ട് ബാക്കി വിത്തെല്ലാം നമ്മൾ നശിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ കൊല വെട്ടിക്കഴിഞ്ഞാൽ ആ 2 വിത്തുകൾ നല്ല രീതിയിൽ തഴച്ചു വളരും. അത് പെട്ടെന്ന് കൊലയാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 3-4 വിത്ത് നിർത്താം. 3-4 വിത്ത് നിർത്തിയിട്ട് 4 കൊല ഉണ്ടാകും. ചെറിയ കൊലയാണെങ്കിലും 4 കൊല പെട്ടെന്നുണ്ടാകും. അങ്ങനെ ഒരു വാഴ നമ്മൾ നട്ടാൽ 6-7 കൊലകൾ 2-2.5 കൊല്ലം കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു പഴമാണ് പൂവൻ. അതുപോലെ തന്നെ അതിനെക്കാട്ടിലും വിലയുള്ളതാണ് ഈ കപ്പവാഴ അഥവാ ചെങ്കതലി എന്നൊക്കെ പറഞ്ഞത്. ചെങ്കലതി, അതായത് ചുമന്ന കായ ഉണ്ടാകുന്ന വാഴ. പക്ഷേ അത് കുലയ്ക്കാൻ താമസമാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ പൂവമ്പഴയാണ്. അപ്പം ഇത് ഏവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അല്പം കൃഷി ഉണ്ടെങ്കിൽ, അല്പം സ്ഥലമുണ്ടെങ്കിൽ, അല്പം കൃഷിയോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തു നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള ചിലവ് കുറഞ്ഞ കൃഷി രീതികളെപ്പറ്റി അത് കാണാനും, ആ ചിലവ് കുറഞ്ഞ കൃഷി രീതികൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സ്വയം ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന
എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.